കണ്ണൂർ ജില്ലയിൽ വ്യാഴാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക്. നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്കും പണിമുടക്കും. നടാൽ യു പി സ്കൂളിന് സമീപം അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മുഴുവൻ സ്വകാര്യ ബസ്സുകളും പണിമുടക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. നടാൽ യു പി സ്കൂളിന് സമീപം അടിപ്പാതയില്ലാതെ ബസ് സർവീസ് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. അടിപ്പാതയില്ലെങ്കിൽ 7 കിലോമീറ്റർ അധികം സഞ്ചരിച്ചു വേണം സർവീസ് നടത്താൻ. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. 3 വർഷം മുമ്പ് തന്നെ ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ അന്ന് ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവത്തോടെ ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ല. പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വ്യാഴാഴ്ച കണ്ണൂർ ജില്ലയിൽ ഒരു ദിവസത്തേക്ക് സമരം നടത്തുന്നതെന്നും നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന മുഴുവൻ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. ഞങ്ങളൊരു ജീവൻ മരണ പോരാട്ടമായി തന്നെ എടുക്കും. നടാൽ അണ്ടർപാസ് അനുവദിച്ച് കിട്ടുന്നവരെ ഞങ്ങൾ ആ റൂട്ടിലോടുന്ന ബസ്സുകൾ അനിശ്ചിതകാല സമരം നടത്തും. അല്ലെങ്കിൽ ഊർപ്പശിക്കാവിൻ്റെ ഇടയിലുള്ള ഇപ്പോൾ ധർമ്മശാലയൊക്കെ ചെയ്ത മാതിരി ആ അണ്ടർപാസ് പൊളിച്ച് പണിയെടുത്തിട്ട് ഒരു 2 അടി ഹൈറ്റും 2 അടി വീതിയും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സുകൾ കടന്നു പോകും. അതിനെത്ര വിഷമമൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങളടുത്ത് വന്ന വീഴ്ചയല്ല, ഉദ്യോഗസ്ഥന്മാരടുത്ത് വന്ന വീഴ്ചയാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ സമരമാർഗവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബസ് നിർത്തിവെക്കും തന്നെയാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ അനിശ്ചിതകാല സമരവുമായി തന്നെ ആ റൂട്ടിലോടുന്ന ബസ്സുകൾ അനിശ്ചിതകാലം ചർച്ചയ്ക്കൊന്നും വഴി ഒരുങ്ങിയിട്ടില്ല. ഇതുവരെ ഈ മിനിറ്റ് ഞാൻ ഈ സംസാരിക്കുന്നവരെ ഒരു ചർച്ചയ്ക്കോ ഇതുവരെ ഒരു വഴി ഒരുങ്ങിയിട്ടില്ല. പ്രശ്നം പരിഹരിക്കുന്നതിന് ചർച്ചയ്ക്ക് ബസ്സുടമകൾ തയ്യാറാണെങ്കിലും ആരും ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നും രാജ്കുമാർ കരുവാരത്ത് കുറ്റപ്പെടുത്തി. സ്ഥലത്തെ ഇപ്പോഴത്തെ അണ്ടർപാസ് അല്പം ഉയർത്തി സ്ഥാപിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതിനുവേണ്ട ഇടപെടൽ ഉണ്ടാകണം. അതല്ലാതെ ബസ് സർവീസ് നടത്താൻ കഴിയില്ലെന്നും രാജ്കുമാർ കരുവാരത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.